വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശയ്യാ 28-ാം അധ്യായം എഫ്രൈമിനെയും യെരുശലേമിനെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ മുന്നറിയിപ്പാണ്. എഫ്രൈമിലെ അഭിമാനികളായ നേതാക്കൾ മദ്യപാനത്തിലും അഹങ്കാരത്തിലും മുങ്ങിയിരിക്കുന്നു. അവരുടെ മഹിമ വാടിപ്പോകുന്ന പൂവ് പോലെ. യഹോവ തൻ്റെ ജനത്തിന് ശക്തനായ രക്ഷകനായിരിക്കും. എന്നാൽ പുരോഹിതരും പ്രവാചകന്മാരും മദ്യപാനത്തിൽ വഴിതെറ്റി. ദൈവം തൻ്റെ ജനത്തെ വരിവരിയായി നിയമമായി പഠിപ്പിക്കുന്നു. അവർ ദൈവത്തിൻ്റെ വാക്ക് നിരസിച്ചതിനാൽ വിധി വരും. ഒടുവിൽ സിയോനിൽ ദൈവം ഒരു അടിസ്ഥാന കല്ല് സ്ഥാപിക്കുന്നു. അതിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷയും സ്ഥിരതയും ലഭിക്കും. സിയോനിലെ അടിസ്ഥാന കല്ല് എന്ന പ്രവചനത്തെ പുതിയ നിയമത്തിൽ 1 പത്രോസ് 2-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ കാണാം. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: ഇതാ, സിയോനിൽ ഞാനൊരു കല്ല് സ്ഥാപിക്കുന്നു, തിരഞ്ഞെടുക്കപ്പെട്ടതും അമൂല്യവുമായ മൂലക്കല്ല്. അതിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ലജ്ജിക്കുകയില്ല. വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 33-ാം തിരുവചനത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ഇതാ, തട്ടി വീഴ്ത്തുന്ന കല്ലും ഇടർച്ചയ്ക്കുള്ള പാറയും സിയോനിൽ ഞാൻ സ്ഥാപിക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവർക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. യേശയ്യാ 29-ാം അധ്യായം ജെറുസലേമിനോടുള്ള ദൈവത്തിൻ്റെ മുന്നറിയിപ്പാണ്. അരിയേൽ, അതായത് ജെറുസലേം, ദൈവത്തിൻ്റെ വിധി നേരിടും. അവൾ വിലാപവും ദുഃഖവും അനുഭവിക്കും. ജനങ്ങൾ പുറമെ ആരാധന നടത്തുമ്പോഴും അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നു. അതിനാൽ ദൈവം അവരുടെ ജ്ഞാനത്തെ മറച്ചുവെക്കും. എന്നാൽ ഒടുവിൽ ദൈവം തൻ്റെ ജനത്തെ രക്ഷിക്കും. ശത്രുക്കൾ ഇല്ലാതാകും. വിനീതരും ദരിദ്രരും സന്തോഷിക്കും. ദൈവത്തിൻ്റെ പദ്ധതികൾ അത്ഭുതകരമാണ്. അവൻ്റെ ജനത്തിന് പ്രത്യാശയും നവീകരണവും നൽകുന്നു. കർത്താവ് അരുളി ചെയ്തു: ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കുകയും അതരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു. ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു. എൻ്റെ നേർക്കുള്ള ഇവരുടെ ഭക്തി മനഃപ്പാഠമാക്കിയ മാനുഷിക നിയമമാണ്. യേശയ്യാ 29-ാം അധ്യായം 13-ാം തിരുവചനം. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.